ഇവിടെ നിതിൻ എങ്ങനെയുണ്ട് യു ഡി എഫിൻ്റെ പ്രതിനിധിയുടെ തൊട്ടടുത്ത് നിന്നുള്ള ആത്മവിശ്വാസം എങ്ങനെയുണ്ട്? സിറ്റിംഗ് എം പി എന്ന നിലയിൽ വി കെ ശ്രീകണ്ഠൻ്റെ പെർഫോമൻസിനെ, പ്രകടനത്തെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടോ? CPM പൊളിറ്റ് ബ്യൂറോ അംഗത്തെ പാലക്കാട്ട് അവതരിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPMൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വേദിയായിട്ടുള്ള പൊളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള ഏക അംഗമാണ് അദ്ദേഹം. വിജയരാഘവൻ്റെ മത്സരത്തിലൂടെ, സ്ഥാനാർത്ഥിത്വത്തിലൂടെ എന്താണ് LDF പാലക്കാട്ടെ ജനതയോട് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ ചർച്ചാ വിഷയം. നമ്മുടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും അത് തന്നെയാണ്. 10 വർഷമായി അധികാരത്തിലുള്ള മോദി സർക്കാർ, ആ മോദി സർക്കാരിൻ്റെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങൾ, അതിൻ്റെ ഭാഗമായി രാജ്യത്തുണ്ടായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം, പൊതുമേഖലകൾ വിറ്റുതുലയ്ക്കുന്നത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി 5 വർഷം മുമ്പ് കൊണ്ടുവന്ന നിയമത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന BJPയുടെ RSSൻ്റെ നിലപാടുകൾ, ഇതിനെതിരായിട്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് വളരെ ഗൗരവത്തോടു കൂടിയാണ് CPIM ഇടതുപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതമായ സമിതിയിലുള്ള, രാഷ്ട്രീയ സമിതിയിലുള്ള PB അംഗത്തെ തന്നെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. പിന്നെ PB സഖാവ് വിജയരാഘവേട്ടൻ മത്സരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫാറൂഖ് പറഞ്ഞ് ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരായിരുന്ന നേതാവിനെ 1989 ഈ പാലക്കാട് മുട്ടുകുത്തിച്ച ചരിത്രമുള്ളയാളാണ് സഖാവ് വിജയരാഘവൻ. പാലക്കാട് വീണ്ടും അത് ആവർത്തിക്കാൻ വേണ്ടി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫാറൂഖ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, MP-മാരുടെ ഫണ്ട്, ഒരു MP എന്താണ് ചെയ്തത്? തിരഞ്ഞെടുക്കപ്പെട്ട 5 വർഷം ഒരു MP എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് MP ഫണ്ടിൻ്റെ വിനിയോഗം. ഇപ്പോൾ ഇതൊന്നും നേരത്തെ പറഞ്ഞ പോലെ ആളുകളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പറ്റുന്നതല്ല. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട്. ലോകസഭ, പാർലമെൻറ്റ് എന്നടിച്ചാൽ, ലോകസഭയിലേക്ക് പോയാൽ VK ശ്രീകണ്ഠൻ എന്ന് അടിച്ചു കൊടുത്താൽ അറ്റൻഡൻസ് എത്ര തവണ പോയി, എന്തൊക്കെ പറഞ്ഞു, എത്ര പ്രസംഗം നടത്തി, എല്ലാ കാര്യവും കിട്ടും. പിന്നെ അദ്ദേഹം പറഞ്ഞ് നേരത്തെ MP ആയിരുന്ന MP രാജേഷ് ലാപ്സാക്കി എന്ന് പറഞ്ഞു. MP രാജേഷ് ലാപ്സാക്കുകയല്ല, 100% വിനിയോഗിച്ചു എന്ന് മാത്രമല്ല, ആ വിനിയോഗിച്ചതിൽ 2 കോടിയുടെ പദ്ധതികൾ അവസാനം ഉദ്ഘാടനം ചെയ്തത് ഈ പറഞ്ഞ VK ശ്രീകണ്ഠനാണ്. നിങ്ങൾ നോക്കൂ, ഇതാ ഈ പരിപാടി നടക്കുന്ന കോട്ടമൈതാനത്ത് നമ്മുടെ തൊട്ടുപുറകിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ ആ കാണുന്ന ഓപ്പൺ ജിംനേഷ്യം MP രാജേഷിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഈ പാലക്കാട്ടെ നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒന്ന് ഈ ഫാറൂഖിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഈ പാലക്കാട് നഗരത്തിൽ VK ശ്രീകണ്ഠൻ MP-യുടെ ഭാഗമായി വെച്ച ഏതെങ്കിലും ഒരു പദ്ധതി കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഏതെങ്കിലും ഒരു പദ്ധതി കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇത് MP ഫണ്ടിൽ ആകെ 7 കോടി 20 ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ 17ാം ലോകസഭയിലുള്ള ഓരോ ലോകസഭാ അംഗത്തിനും കിട്ടിയത്. 7 കോടി 20 ലക്ഷം രൂപയാണ്. അതിലാണ് ഏതാണ്ട് 3.5 കോടി ബാക്കി. ഏറ്റവും കുറവ് ചിലവഴിച്ച ആളാണ് VK ശ്രീകണ്ഠൻ. തൊട്ടപ്പുറത്ത് ആലത്തൂരുള്ള കോൺഗ്രസിൻ്റെ MP. അപ്പോൾ MP എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വവും എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടു പോയ 5 വർഷങ്ങൾ ഈ പാലക്കാട്ടെ ജനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതും. ആ വിധിയെഴുതുമ്പോൾ സിറ്റിംഗ് MP-യുടെ പരാജയം പാലക്കാട് കണ്ട ഏറ്റവും ദയനീയമായ പരാജയത്തിലായിരിക്കും അദ്ദേഹത്തിന് സാക്ഷിയാകേണ്ടി വരിക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും ഇടതുപക്ഷം ഉയർത്തുന്നത്.